പിന്നെ ഇപ്പോൾ ഒരു ആക്സിഡന്റ് ഇൻഷുറൻസ് കൂടെ അതോടെ ചെയ്യുന്നുണ്ട്. ആ ആക്സിഡന്റ് ഇൻഷുറൻസ് ആണ് എങ്കിൽ നമുക്ക് നമ്മൾ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ നമ്മളെ നോമിനിക്ക് 10 ലക്ഷം രൂപ ഇൻഷുറൻസ് കവറേജ് കിട്ടും. അതുകൂടാതെ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ 50,000 രൂപ വരെയുള്ള കവറേജ് കിട്ടും. അതാണ് പിന്നെ നമ്മുടെ ആക്സിഡന്റ് ഇൻഷുറൻസ് ആയിട്ട് പറയാനുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ കുറച്ചും കൂടി നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നത് അതാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. കാരണം വെച്ചാൽ അത് എന്ന് പറയുന്നത് നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അവിടെ ഇൻഷുറൻസ് കവറേജ് കിട്ടും. അതായത് ഇപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഒരു 10 ലക്ഷം രൂപയൊക്കെ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഹോസ്പിറ്റൽ 8 lakhs ഇൻഷുറൻസ് കവറേജിൽ കിട്ടും. ഇതിൽ ഇപ്പോൾ സാറ് സജസ്റ്റ് ചെയ്തത് നമുക്ക് ആക്സിഡന്റുമായിട്ട് സംഭവിച്ച ഇൻഷുറൻസ് ആണ്. ആ ഇൻഷുറൻസിന് 799 ആണ് പ്രീമിയം. അത് നമുക്ക് എല്ലാ ഹോസ്പിറ്റലിലും, കോഴിക്കോട് ജില്ലയിലെ എല്ലാ ഹോസ്പിറ്റലിലും നമുക്കത് അതിൻ്റെ പാനൽ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ 10 ലക്ഷം രൂപ നോമിനി കിട്ടും. അതാണ് അതിൻ്റെ അകത്തുള്ള രണ്ട് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് കാര്യം പറയാനുള്ളത്. ഒരു നല്ല കൈ കൊടുക്കണം. നമ്മള് രണ്ടാമത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിവിടെ വന്നപ്പോഴേ നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടും ഒരു ഹാപ്പിനെസ്, എസ്പെഷ്യലി നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അൺലിമിറ്റഡ് ഹാപ്പിനെസ് ഇവിടെ നിന്ന് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. എനിവേ വൺസ് അഗൈൻ താങ്ക് യു എവരിവൺ. താങ്ക് യു റാംസാർ ഫാമിലി. എല്ലാവരെയും ഇവിടെ ഒരുമിച്ച് കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഫാമിലിയോടൊപ്പം ഓണം ആഘോഷിക്കുന്നത്. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. എല്ലാവർക്കും ഹാപ്പി ഓണം. തിരുവാവണിരാവ് മനസാകെ മലയാള മലയോടപ്പാട്ട്. അവരെ നമുക്ക് ഓരോരുത്തരായി വെൽക്കം ചെയ്യാം. ആദ്യമായി ഞാൻ നമ്മുടെ യുവമിഥുനങ്ങളെ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ലെറ്റ്സ് വെൽക്കം അജേഷൻ ഫാമിലി. ഹായ്, ഹാപ്പി ഓണം എല്ലാവർക്കും. എൻ്റെ ഞാൻ ജേഷി, എറണാകുളത്ത് ബ്രാഞ്ച് ഇൻചാർജാണ്. ഇതിപ്പോൾ എൻ്റെ വൈഫാണ് സ്നേഹ. ഞങ്ങളുടെ കല്യാണം ഈ അടുത്ത് കഴിഞ്ഞുള്ളൂ, കഴിഞ്ഞ സൺഡേ കഴിഞ്ഞുള്ളൂ. ഹാപ്പി ഓണം. നല്ലൊരു കൈയടി കൊടുക്കൂ. അപ്പുറത്തെ ഓരോ കൈയടിയൊക്കെ ഇവിടെ കേൾക്കാം. നമുക്ക് നമ്മുടെ കൈതായി ചുരുങ്ങിയ സമയം കൊണ്ട് ടീം അമ്പയർ തന്റേതായ ഒരു സ്ഥാനം കണ്ടെത്തിയ നമ്മുടെ എല്ലാം പ്രിയങ്കരയായ ആൻസി ചേച്ചിയെയും ഫാമിലിയെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൻസി എറണാകുളം ടീമിൽ നിന്നാണ് വരുന്നത്. ഇത് മോനാണ്. വേറെ 2 കുട്ടികളും കൂടി ഉണ്ട്. അവര് ഓണം വെക്കേഷൻ ആയിട്ട് വീട്ടിൽ പോയേക്കുന്നുണ്ട്. അവർ വന്നില്ലായിരുന്നു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. Friendly, honesty. I like a great pleasure in welcoming our dearest colleague, Seethu and family. Your dedication and positive spirit always add value to the team, and today your presence makes the celebration even brighter. Seethu, Kannur branch ആണ്. ഇതിന്റെ ഹസ്ബൻഡ് ആരും. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഒന്നുകൂടെ Onam is incomplete without games. Get ready for some lots of fun and team spirit. എല്ലാവർക്കും best wishes. നീലോ മഴയിൽ നാണം
ഈ ഓണം സെലിബ്രേഷൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. നമ്മൾ എൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ മാക്സിമം ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്, എൻ്റെ മക്കളും എൻജോയ് ചെയ്തിട്ടുണ്ട് ഇങ്ങനൊരു പ്രോഗ്രാമിൽ വന്നതിൽ. പിന്നെ ആംഫിയ ഫാമിലീനെ എല്ലാവരും പരിചയപ്പെടാനും ആംഫിയ ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അടുത്ത പ്രാവശ്യവും നമുക്ക് ഈ ഒരു പ്രോഗ്രാം തന്നെ കണ്ടക്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്കതിന് വേണ്ടി മാക്സിമം ട്രൈയും ചെയ്യാം. പരിപാടി അതിഗംഭീരമാക്കി തന്ന നമ്മുടെ ടീം ആംഫെയറും പിന്നെ നമ്മുടെ ആംഫെയർ ഫാമിലിക്കും ഒരുപാട് നന്ദി. നമ്മൾ പ്രതീക്ഷിച്ചതിലും നല്ലൊരു സൂപ്പറാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഓൾ. ആംഫെയർ ഓണം മാസോണം 2025. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിവിടെ ഞങ്ങളുടെ ഫാമിലി എത്തിയത് ഉച്ചയ്ക്ക് ശേഷമാണ്. പക്ഷെ രാവിലെ തന്നെ ഇവിടെ എത്തേണ്ടിയിരുന്നു. എല്ലാവരും കൂടെ ഒന്നും കൂടി ടൈം സ്പെൻഡ് ചെയ്യണം, ഒന്നും കൂടി ഈവൻറ്റിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് തോന്നി. നല്ല രസമുണ്ടായിരുന്നു. ഇന്നത്തെ ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഇവിടെ വന്നതിന് വളരെ സന്തോഷം. അടുത്ത കൊല്ലവും ഇതേപോലെ കുറേ ടീം മെമ്പേഴ്സായിട്ട് ഫുൾ ഫാമിലി മെമ്പേഴ്സായിട്ട് നമ്മുടെ ടീം ആംഫെയറിന് ഇതിലും ഗംഭീരമായ ഓണം ആഘോഷിക്കാൻ പറ്റട്ടെ. എല്ലാവർക്കും നന്മ നിറഞ്ഞൊരു ഓണാശംസകൾ. താങ്ക് യു. ഗുഡ് ഈവനിങ് ടീം ആംഫെയർ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്തൊരു പരിപാടിയായിരുന്നു നമ്മുടെ ഓണാഘോഷം. അപ്പോൾ അതിപ്പോൾ ലാസ്റ്റ് നമ്മുടെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഞാൻ മാക്സിമം എൻജോയ് ചെയ്തു. അതുപോലെ ടീം ആംഫെയറിലെ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ മകനാണെങ്കിലും നമ്മുടെ ടീം ആംഫെയറിലെ എല്ലാ മക്കൾസും മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഫാമിലി മെമ്പേഴ്സും. അപ്പോൾ ഇനി വരും വർഷങ്ങളിൽ നമുക്ക് ഇതിനേക്കാൾ മനോഹരമായി തന്നെ ഓണം ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു. ഈ ഫംഗ്ഷൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. മക്കൾക്കായാലും ഫാമിലി മെമ്പേഴ്സിനായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. ഇതുപോലെ നമുക്ക് അടുത്ത വർഷവും എൻജോയ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നല്ല രീതിയിലായിരുന്നു. ശരിക്കും ഒരു വർക്ക് സ്പേസിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ഇത്. ഇന്നത്തെ ദിവസം ഇത്രയും മനോഹരമായി തീർത്ത എല്ലാവർക്കും, നമ്മുടെ ആംഫെയറിൻ്റെ മെമ്പേഴ്സിനും അതുപോലെ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആംഫെയർ ഫാമിലി മെമ്പേഴ്സിനും ഒരുപാട് നന്ദി. ഇതുപോലൊരു ഓണാഘോഷം നമുക്ക് സമ്മാനിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇവിടെ വന്ന് വളരെ സന്തോഷം. ഇനിയും അടുത്ത വർഷം വരാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഹാപ്പി ഓണം. കുട്ടികളുടെ ഡാൻസും പാട്ടും ഗെയിമൊക്കെ ആയി നല്ല പരിപാടിയായിരുന്നു. അടുത്ത വർഷത്തിലും അടിപൊളിയായിട്ട് നടത്താൻ പറ്റുന്നതിന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ഓണം. അടിപൊളി പരിപാടിയാണ്. അപ്പോൾ ഇതോടൊപ്പം തന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരുമായിട്ട് ഒത്തുകൂടണമെന്നാണ് ആഗ്രഹം. അപ്പം ഈ ഒരു പ്രോഗ്രാം എന്തായാലും നമുക്ക് അടിപൊളിയായിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. ഇന്നത്തെ പരിപാടിയെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എല്ലാവരും, ഞാനടക്കം എല്ലാവരും നന്നായി എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ചെറിയ കുട്ടികളുടെ പരിപാടികളും വലിയ മുതിർന്നവരുടെ പരിപാടികളും എല്ലാമായി ആംഫെയർ ഫാമിലി മൊത്തം നല്ലൊരു ആഘോഷ പരിപാടിയായിട്ട് ഇന്നത്തെ പരിപാടി ഗംഭീരമായി തീർന്നിരിക്കുന്നു. പരിപാടി ശരിക്കും നല്ലൊരു പ്രോഗ്രാമായിരുന്നു. ഒരു 3 വർഷത്തിന് ശേഷം എല്ലാവരും കൂടി ഇങ്ങനെ കൂടിയിട്ടുള്ളൊരു ഓണം, ഫസ്റ്റ് ഓണമായിരിക്കും ഇവിടെ ആംഫെയറിൽ വന്നിട്ടുള്ള ആദ്യത്തെ എൻ്റെ ഓണമായിരുന്നു. നന്നായിരുന്നു. രാവിലെ പക്ഷേ ഞങ്ങൾക്ക്, ഞാൻ ഇവിടെ ഒരു ചേച്ചീനോട് പറഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ നവദാസേട്ടൻ്റെ ഒരു പ്രസൻസിൻ്റെ ഒരു കുറവ് നല്ലോണം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഒച്ച വിളി ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ഒരു ഉച്ച വരെ. അതിന് ശേഷം ഫുൾ എല്ലാവരും ഓണായി വന്നിട്ടുണ്ടായിരുന്നു. നല്ല സന്തോഷം എല്ലാവർക്കും. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പരിപാടി അടിപൊളി. നമ്മൾ കുറേ വർഷത്തിന് ശേഷം ഫാമിലിയായിട്ട് ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഒരു ഗ്രാൻഡായിട്ട് നമ്മളൊരു ഫുൾ ഡേ പരിപാടി വെക്കുന്നത്. അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്ത്, ഇപ്പോൾ കുട്ടികളായാലും ഫാമിലി ആയാലും നമ്മളായാലും നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്ത്. വേറെ ഒന്നുമില്ല, ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തോടെ ആഘോഷിക്കാം. ഹാപ്പി ഓണം. വളരെ നല്ല പരിപാടിയായിരുന്നു. എനിക്ക് രാവിലെ എത്താൻ പറ്റിയില്ല, പക്ഷേ എന്നാലും സൂപ്പർ പരിപാടിയായിരുന്നു. നമ്മുടെ ആദ്യം തന്നെ നമ്മളെ ടീം മെമ്പേഴ്സ് ഇത്രയും വൃത്തിയിലും കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ വൃത്തിയിൽ കുറച്ച് ദിവസമായിട്ട് നമ്മൾ അതിൻ്റെ കൂടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ പല മീറ്റിങ്ങിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഫിസിക്കലി ഉണ്ടായിരുന്നില്ല. പക്ഷെ സൂപ്പറായിട്ട് നമ്മളെ ടീം കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മളെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് നമ്മളെ പരിപാടിക്കാണെങ്കിലും എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനത്തെ പല പരിപാടികളും ഇവൻറ്റും നമുക്ക് നടത്തണം. അതിന് എല്ലാവരും എന്ത് ചെയ്യണം, നന്നായിട്ട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക.
നമ്മളെ ഈ പരിപാടി ആംഫെയർ ഫിൻടെക്കിൻ്റെ പരിപാടിക്ക് നമ്മളെല്ലാ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം നമ്മളെ മുന്നിൽ ചെയ്തു തന്നത് നമ്മളെ രഞ്ജു സാർ തന്നെയാണ് CEO. അപ്പം രഞ്ജു സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ നമ്മളെ കോർഡിനേറ്ററായിട്ട് എന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ എന്ത് ചെയ്തു, ശ്യാമിന് അത് കൈമാറി. പിന്നെ അതുകൂടാതെ സുരഭി, ബാക്കി നമ്മളെ വിജീഷ്, വിഷ്ണു, അഞ്ജു, എല്ലാവരും നമ്മുടെ എല്ലാ മെമ്പേഴ്സും, പിന്നെ എറണാകുളത്തുള്ളതാണെങ്കിലും ബ്രാഞ്ച്, കണ്ണൂർ ബ്രാഞ്ച് ആണെങ്കിലും എല്ലാവരും നമ്മളെ ഇൻവോൾവ് ചെയ്ത് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പരിപാടി നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഹാപ്പി ഓണം, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. വളരെ ഗംഭീരമായിരുന്നു. ഇപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് വിവിധ കമ്മിറ്റികളുണ്ട്, കോർഡിനേഷൻ ചെയ്ത് ഇത്രയും മനോഹരമാക്കി. അവർക്ക് എല്ലാവർക്കും ഒരിക്കലും നന്ദി പറയാണ്. പിന്നെ ഇതുപോലെ തന്നെ ഇനിയും നമുക്ക് ഒരുപാട് പരിപാടിയിലെ ഐറ്റംസുകളൊക്കെ ഒരു ഓപ്പൺ പ്ലേസിലേക്കൊക്കെ മാറ്റിയിട്ട് നമുക്ക് വളരെ ഗംഭീരമായി ഒരിക്കൽ കൂടി ഒരു മികച്ച പരിപാടിയാക്കി മാറ്റാം. പിന്നെ ഇതിന് എല്ലാവർക്കും ഓണാശം. ആംഫെയർ ഓണം മാസോണം നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് കളറാക്കിയിട്ടുണ്ട്. ആംഫെയറും ടീം ആംഫെയറും ചേർന്നിട്ട് നമ്മൾ ഈ ഒരു ഓണം പ്രോഗ്രാം സൂപ്പറാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇയറിൽ നമുക്ക് ഇതുപോലെ തന്നെ ഒരു പ്രോഗ്രാം ചെയ്യാമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ഓണം. ആംഫെയർ ഫാമിലിയുടെ ആദ്യത്തെ ഓണം പ്രോഗ്രാമായിരുന്നു. നോർമലി നമ്മൾ സാധാരണ ചെറിയ സദ്യ അങ്ങനത്തെ ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് നമ്മളിപ്പം ഫാമിലിയിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വലിയൊരു പ്രോഗ്രാമായി തന്നെ ഈ പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. അത് നമ്മളെന്തായാലും വിചാരിച്ചതിനെക്കാട്ടിലും അടിപൊളിയായി വന്നുവെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ ഹാപ്പിയാണ് എല്ലാവർക്കും. അടിപൊളിയായിരുന്നു. എല്ലാവരും ഹാപ്പി ആവണം.